ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം റൂം മേക്ക് ഓവർ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്നത്തെ മെയിൻ പണി എന്ന് പറഞ്ഞത് തന്നെ ടേബിൾ ഫുള്ളായിട്ട് അങ്ങ് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ഈ ഒരു ടേബിളൊന്ന് വൈറ്റ് ആക്കാൻ വിചാരിച്ചിട്ടുള്ളൂ. പുതിയ ടേബിൾ വാങ്ങാനുള്ള ബഡ്ജറ്റൊന്നും എന്തായാലും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലൊന്ന് വൈറ്റ് ചാർട്ട് ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഷൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വാൾ ഗ്രിഡും അതുമാതിരി മെമ്മോ പാഡൊക്കെ. പിന്നെ ഇത് ടേബിളിൻ്റെ മുകളിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ചാർട്ട് ഞാനിപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ഒരു റോസ് ചാർട്ടും കൂടി വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ളത് ഈ ഒരു വൈറ്റ് ചാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം വൈറ്റ് ആണ്, മൈ ഫേവറേറ്റ് കളർ ഓഫ് വൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിയിട്ട് ചാർട്ട് ഒട്ടിക്കാം. അപ്പം ഞാൻ എൻ്റെ ഇന്നത്തെ തീം എന്ന് വെച്ചാൽ വൈറ്റ് ആൻഡ് പിങ്ക് ആണ്. അപ്പം ഞാനിത് ആദ്യം തന്നെ ടേബിളിൻ്റെ മുകളിൽ എല്ലാ ഐറ്റംസും ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും നാളും മെയിനായിട്ട് യൂസ് ആക്കിയത് ഈ ഒരു വുഡാണ് ഗൈസ്. ഇതിൻ്റെ മുകളിലാണ് ഞാൻ എഴുതിയതും പഠിച്ചതൊക്കെ. കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ തുണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കൊരു കംഫർട്ടബിൾ ഉണ്ടായിട്ടില്ല. അപ്പം ഈ വുഡൊക്കെ ഇന്ന് മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വൈറ്റ് ചാർട്ടങ്ങ് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ 2 ചാർട്ടാണ് യൂസാക്കിയത്. കാരണം എൻ്റെ ടേബിൾ ഒരു 2 ചാർട്ടിൻ്റെ വീതി നീളേ ഉള്ളൂ. കറക്റ്റാണ് ആ 2 ചാർട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിൻ്റെ അളവിലാണ് ചാർട്ടൊക്കെ വേണ്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ഇടാം. എൻ്റെ വീഡിയോയിലെ പോരായ്മകളും എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ 2 ചാർട്ടിൻ്റെ ഇടയിലും ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തെടുക്കണം. കാരണം നമുക്ക് ആ ഒരു വര കാണുന്നത്, ആ ഒരു നടുവിലുള്ള ലൈൻ കാണുന്നത് ബോറാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് കുറേ ലൈൻസ് ഒന്നും ഇല്ലല്ലോ, ഒറ്റ ലൈനിൽ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുക. ഞാൻ ആദ്യം സെലോ ടാപ്പ് വെച്ച് ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു വേണ്ട, സാധാരണ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിക്കുക. ഞാൻ അതിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് ഞാനിതാ സെലോ ടാപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കാരണം കാറ്റത്തൊന്നും പാറണ്ട വെച്ചിട്ട്. ഗൈസ്, ഭയങ്കര ചൂടാണ് ഗൈസ്. മുകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. കാരണം ഞാൻ ഈ റൂം മേക്ക് ഓവർ ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ 2ാമത്തെ നിലയിലാണ്. അതുകൊണ്ട് ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്ര കട്ടായിട്ട് പോകുന്നത്. എപ്പിസോഡ് 1ഉം 2ഉം 3 ആയിട്ട് വരുന്നത്. കാരണം എനിക്കിവിടെ കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്യാൻ തന്നെ വേണ്ടിയിട്ട് ഞാൻ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഗൈസ്. അത്ര സമയം, പ്രത്യേകിച്ച് എൻ്റെ റൂമിൽ ഫാനും കൂടി ഇല്ല. നിങ്ങൾക്കപ്പം മനസ്സിലാക്കാതെ ഞാൻ ഈ ഒരു റൂം മേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫാൻ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ആദ്യം തന്നെ ഞാൻ വാൾ ഗ്രിഡാണ് വെച്ചെടുക്കുന്നത്. അത് ഒട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഗൈസ്. കാരണം നമ്മൾ സെലോ ടാപ്പ് വെച്ച് ഒട്ടുന്നില്ല. പിന്നെ ഞാൻ സെലോ ടാപ്പ് വെച്ചും ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ടേബിളിൻ്റെ മുകളിൽ ഞാനിതാ കുറച്ച് ഐറ്റംസ് വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസാണ്. ഞാൻ ഒന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ല, എല്ലാം ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു റൂം മേക്ക് ഓവറിൽ ഞാൻ പ്രൊഡക്ട്സൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നതല്ല, എല്ലാം ഞാൻ DIY ചെയ്യുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഞാനൊരു ക്ലോക്കും, അതുമാതിരി ഒരു അലാറം മാതിരിയുള്ളൊരു ക്ലോക്കും, ഒരു ചെറിയൊരു പോട്ടിലൊരു പ്ലാന്റ്, പിന്നെ 2-3 പെൻ ഹോൾഡർ ഞാൻ കുറച്ച് സ്കെച്ചും കളർ പെൻസിലും മാർക്കറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ്സിനോടൊക്കെ. അതുകൊണ്ട് ഞാനൊരു 2-3 പ്ലാന്റ് ഞാൻ ഈ ഒരു ടേബിളിൻ്റെ മുകളിലായിട്ട് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഗ്രിഡ് ലൈന് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാനൊരു വാൾ ഗ്രിഡ് ലൈൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചില്ലറ ഐറ്റംസൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ വെക്കുന്നത് കുറച്ച് വാൾ പോസ്റ്റേഴ്സാണ്. അതും ഈ വാൾ പോസ്റ്റേഴ്സ് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. സാധാരണ പേപ്പറിലാണ് ഞാനിത് പിൻട്രസ്റ്റ് നോക്കിയിട്ട് വരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാൾ പോസ്റ്റേഴ്സ് ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും, അത് വാങ്ങിയാലും മതി. ഞാനിപ്പം എൻ്റെ കയ്യിൽ നിന്നുള്ള പ്രൊഡക്റ്റൊക്കെ വെച്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എല്ലാം ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ആ ഒരു കോർണറിൽ ഫുള്ള് ഞാൻ അങ്ങനെ പേപ്പറിലൊക്കെ വരച്ച് വെച്ച കുറച്ച് ഐറ്റംസ് അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൈനലി നമ്മളുടെ
ടേബിൾ മേക്ക് ഓവർ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നെക്സ്റ്റ് ചെയ്തെടുക്കാൻ വിചാരിച്ചത് എൻ്റെ കയ്യിൽ വേറൊരു ഷെൽഫ് ഉണ്ടായിരുന്നില്ലേ, ആ ഒരു ഷെൽഫും കൂടി ഒന്ന് ചെറുതായി ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാൻ വിചാരിച്ചു. ഒന്ന് ബ്ലാക്ക് ആൻഡ് റോസിലൊന്ന് ഫുള്ളായിട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. കാരണം തീം വൈറ്റ് ആൻഡ് റോസ് ആണല്ലോ. ഞാനിപ്പം ഇതിൻ്റെ ഈ ഒരു തട്ടിലും മാത്രം ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കിന് ഞാൻ റോസ് ചാർട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതിനാൽ ഞാൻ ആദ്യം ആ റോസ് ചാർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളത്. ആദ്യം ഞാൻ ഇതിൻ്റെ അളവെടുത്തിട്ട് കുറച്ച് പീസസ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇതിന് ഏകദേശം ഒരു 18 പീസോളം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഒരു തട്ടിന് നമുക്ക് 4 എണ്ണമാണ് വേണ്ടത്. ഞാനങ്ങനെ റോളാക്കിയിട്ട് സലോ ടേപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഈ തട്ടന്നെ വേണമെന്നൊന്നുമില്ല, വല്ല ഷെൽഫോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് റൂം മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. ഞാനിതിന് ലാസ്റ്റ് വീഡിയോയിൽ എനിക്കിതിന് എത്ര പ്രൈസായി എന്ന് പറയാം. ഭയങ്കര വലിയ ബഡ്ജറ്റൊന്നും ആയിട്ടില്ല, ചെറിയ ബഡ്ജറ്റിലാണ് ഞാൻ ഈ ഒരു റൂം ഫുള്ളായിട്ട് മേക്ക് ഓവർ ചെയ്തെടുക്കുന്നത്. എനിക്കിപ്പോൾ ഈ റൂമിൽ വെക്കാനുള്ള ബെഡില്ല, അതിപ്പം താഴ്ന്നോ വേറെ റൂമിൽ നിന്നൊന്ന് എടുത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത്ര പോലെ ഇന്ന് ചെയ്യുന്നില്ല ഗൈസ്, കാരണം ഭയങ്കര ചൂടൊക്കെ ആയതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് 3 ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ ബൈ.